നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ മേജർ ഡിസിഷൻസ് എടുക്കാൻ പേടിക്കുന്നുണ്ടോ? അതെപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് ഡിസിഷൻ എടുത്താൽ തെറ്റിപ്പോകുന്നുള്ള പേടി എപ്പോഴും ഉണ്ടോ? നമ്മൾ ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡിസിഷൻസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. അതിൽ ഈ രണ്ട് തരത്തിലുള്ള ഡിസിഷൻസിൽ ഏതെടുക്കാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം. അതായത് ലൈഫിലെ വലിയ ഡെസിഷൻസും ചെറിയ ഡെസിഷൻസും. ഈ ചെറിയ ചെറിയ ഡെസിഷൻസ് എന്താണ് ലൈഫിൽ? ഇപ്പോൾ ചെരുപ്പ് വാങ്ങിക്കുന്ന ഡിസിഷനിൽ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? കാലിൽ ഇടുമ്പോൾ അത് നന്നായി കാണാൻ വേണം, ക്ലൈമറ്റിന് പറ്റണം, കംഫർട്ടബിൾ ആയിരിക്കണം, അത്രയൊക്കെ തന്നെ അല്ലേ? എന്നാൽ ഈ ചെരുപ്പ് വാങ്ങുന്ന ഡിസിഷൻ തന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ അത്ലറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ മേജർ ഡെസിഷൻ ആണല്ലേ, വലിയൊരു ഡെസിഷൻ. അപ്പോൾ ഈ വലിയ ഡെസിഷനും ചെറിയ ഡെസിഷനും ആൾക്കാർ ടു ആൾക്കാർ വേരി ചെയ്യും. അതെല്ലാവർക്കും സെയിം അല്ല. ഒരാളുടെ ലൈഫിലെ വലിയ ഡെസിഷൻ വേറൊരാൾക്ക് ചെറുതായിരിക്കാം. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലെ ചെറിയ ഡെസിഷൻ വലിയ ഡെസിഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങളുടെ ലൈഫിൽ തെറ്റിപ്പോയാൽ ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണ് അത് നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇതെന്റെ ലൈഫിലെ വലിയ ഡെസിഷനാണ്, ഇതെന്റെ ലൈഫിലെ ചെറിയൊരു ഡെസിഷനാണ്. എന്നാൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് എന്താണ്? ഈ ചെറിയ ഡെസിഷൻ എടുക്കാൻ ആൾക്കാർ ഒത്തിരി എനർജി എടുക്കുന്നുണ്ടല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ ഡെസിഷൻ തന്നെ, ചെരുപ്പ് വാങ്ങിക്കുന്നത്. നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഓൺലൈൻ ആണെങ്കിൽ കൂടി ഒരു 3000 ഷൂ നോക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷൂ അത് എത്രയോ മണിക്കൂറുകളോ ദിവസങ്ങളോ ഒക്കെ സെർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിനത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എല്ലാം തിരഞ്ഞു, ഇനി ഒന്നുമില്ല തിരയാൻ, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അപ്പോൾ ഈ ചെറിയൊരു ഡെസിഷൻ എടുക്കാൻ നമ്മൾ എന്തോരം ടൈം ആൻഡ് എനർജി സ്പെൻഡ് ചെയ്യുന്നു. അത് നമുക്ക് അത്രയും ഓപ്ഷൻസും ഈ കാലഘട്ടത്തിൽ അവൈലബിളും ആണ്. ഇങ്ങനെ ഡെസിഷൻ എടുക്കാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഡെസിഷൻ വരുമ്പോൾ വലിയ ഡെസിഷൻസിന് അത്രയും ചോയ്സ് ഒന്നും ലൈഫിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ 1, 2, 3 ഓപ്ഷൻ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എത്താണ് ഈ 3000 ഓപ്ഷൻസ് ചൂസ് ചെയ്ത് എനർജി കളഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. പെട്ടെന്ന് 2, 3 ചോയ്സസേ ഉള്ളൂ ആൻഡ് പെട്ടെന്ന് ഡെസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ എടുക്കണം. നമ്മൾ വളരെയധികം പേടിച്ചു പോകും അല്ലേ? ഇതാണ് നമ്മുടെ ലൈഫിലെ മേജർ ഡിസിഷൻ എടുക്കാൻ നമ്മൾ പേടിച്ചു പോകുന്നതിൻ്റെ ആദ്യത്തെ കാരണം. നമ്മൾ ചെറിയ ചെറിയ ഡിസിഷൻ എടുക്കാൻ നമ്മുടെ ടൈം ആൻഡ് എനർജി അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നു, വേണ്ടതിലും അധികം. അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എനർജിയും ഇല്ല. പിന്നെ ഈ വലിയ ഡെസിഷൻ്റെ കാര്യം വരുമ്പം ആകെ പേടി, ഇത്രയും ഓപ്ഷനേ ഉള്ളൂ, ഇതിൽ ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുക? എൻ്റെ ശീലം എന്ന് പറഞ്ഞാൽ ഒരു 1000, 1500 ചോയ്സസ് എങ്കിലും എനിക്ക് വേണം അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? വലിയ ഡിസിഷൻ വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും നമുക്ക് ഇത് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ അറിയുന്നത് നമ്മളുടെ പരിചയത്തിലുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക എനിക്ക് വേണ്ടി ഈ ഡിസിഷൻ എടുക്കാൻ. നമ്മൾ ഒന്നെങ്കിൽ ഓപ്ഷൻസ് കുറവാണ്, 3, 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓപ്ഷൻ കൂട്ടാൻ വേണ്ടി ഞാനൊരു 10 ആളോട് ചോദിക്കാം. അപ്പോൾ 10 ആളുടെ ഒപ്പീനിയൻ അതൊരു 10 ഓപ്ഷനായി അല്ലേ? നമ്മൾ ഈ ഓപ്ഷൻ കൂട്ടാനുള്ള തത്രപ്പാടിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളുടെ വലിയ ഡിസിഷൻസ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യാണ്, ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ് വളരെയധികം. നിങ്ങളുടെ ലൈഫിലെ ചെറിയ ഡിസിഷൻ നിങ്ങൾ ഇത്രയും സമയം എടുത്ത് ദിവസങ്ങളോളം എടുത്ത് ആ ചെരുപ്പ് മേടിക്കുന്നു. വലിയ ഡിസിഷൻ വരുമ്പോഴോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഇത് ചെയ്യണോ? വളരെ കൺഫ്യൂസ്ഡ് ആണല്ലേ? നമ്മളുടെ ലൈഫിൻ്റെ ഈ തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള ഒരു സ്റ്റോറി ലൈൻ, അത് മാത്രമല്ലേ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇവിടെയുള്ള ഒരു എക്സിസ്റ്റൻസ്. അതിനുള്ള ഡിസിഷൻസ് ഒക്കെ നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് നിങ്ങളുടെ ലൈഫിൽ? ഒപ്പീനിയൻ ചോദിക്കുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ നമ്മൾ എപ്പോഴും പേടിക്കുന്നു നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്തായാലും തെറ്റായി പോകും, ഒരു 10 ഓപ്ഷനെങ്കിലും വരട്ടെ, എന്നിട്ടും ഡിസിഷൻ എടുക്കാറില്ല അല്ലേ? പിന്നെ ഡിസിഷൻ എടുക്കാൻ പേടിക്കുന്നവർക്ക് ലൈഫിൽ തങ്ങൾ തെറ്റിപ്പോവോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അത് തെറ്റായിപ്പോയാൽ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞ ഈ സ്റ്റോറി ലൈൻ അത് യുണീക്ക് ആവണമെന്നേ ഉള്ളൂ, അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അതിലൊരു തെറ്റുമില്ല, ഒന്നും തെറ്റിക്കാതെ നിങ്ങൾ എല്ലാ ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുത്ത ഒരു പെർഫെക്റ്റ് ലൈഫായിട്ട് അങ്ങനെ ഉണ്ടാക്കി തീർക്കണമെന്നൊരു പ്രഷർ നമ്മുടെ മേലെ ഇടുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ല. എന്നാൽ കുറേ നാളുകൊണ്ടുള്ള ശീലമായതുകൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് ഇതിൽ മാറ്റം വരുത്താനോ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഇടപെടലേ പറ്റുള്ളൂ. അതെങ്ങനെയാ? ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ചെറിയ ഡിസിഷൻസ് ഏതാണോ വലിയ ഡിസിഷൻസ് ഏതാണോ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ ഓരോ ഡിസിഷനും നിങ്ങളുടെ ലൈഫിൻ്റെ മേലെയുള്ള ഇമ്പാക്റ്റ് അത് അനലൈസ് ചെയ്യുക, അതിനനുസരിച്ച് ഇതിനെ വേർതിരിച്ചെടുക്കുക. എന്നിട്ട് ഈ ചെറിയ ഡിസിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ചെരുപ്പ് വാങ്ങിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞ പോലെ ചെരുപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനൊരു ടൈം ഫിക്സ് ചെയ്യുക. ഒരു 2 മണിക്കൂറോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ കടയിൽ പോയി മേടിക്കാനോ ഇത്ര ടൈം ഫിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ടൈമിൽ തന്നെ ആ ഡിസിഷൻ എടുക്കാൻ ട്രൈ ചെയ്യുക. നമ്മൾ ആലോചിക്കും ഒരു ചെരുപ്പ് മേടിക്കാൻ 1 മണിക്കൂറൊക്കെ സെർച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന്. നമ്മൾ അക്യൂമുലേറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്തത് 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ദിവസത്തിന് മേലെ ആയിരിക്കും സമയം. ഇത് നമ്മൾ പെൻഡിങ് ആക്കി വെച്ച് ഓപ്ഷൻസ് അനലൈസ് ചെയ്തല്ലേ.
അപ്പോൾ നിങ്ങളൊരു ടൈം അലോട്ട് ചെയ്ത് നോക്കൂ, എന്നിട്ട് ആ ടൈമിൽ അത് എടുക്കാൻ ശ്രമിക്കൂ. കാരണം നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, എനിക്കൊരു 3000 ഓപ്ഷൻസ് വേണം, എനിക്ക് ഇത്രയും സമയം വേണം, കുറേ കമ്പയർ ചെയ്യണം, കുറേ ആൾക്കാരുടെ കാര്യം ചോദിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഈ ഒരു പാറ്റേൺ മാറ്റാൻ കഴിയില്ല. പക്ഷെ സ്മോൾ ഡിസിഷൻസ്, അവിടെയാണ് നിങ്ങൾ ആദ്യം ചേഞ്ചസ് വരുത്തേണ്ടത്. സ്മോൾ ഡിസിഷൻസ് നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കൂ. അപ്പോൾ സ്ലോലി നിങ്ങൾക്ക് വലിയ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരും. ഇനി വലിയ ഡിസിഷൻസിനെ നിങ്ങൾ ആദ്യം കുറേ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഡിസിഷൻ എടുത്തിട്ട് ഇത് തെറ്റിപ്പോയാൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ്. അത് നിങ്ങൾ ചിലപ്പോൾ നേരിടാൻ തയ്യാറായിരിക്കില്ല. പക്ഷെ നിങ്ങൾ അതിനെ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്താൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അത് വലിയൊരു ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ അത് നിങ്ങൾ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്ത് നോക്കൂ. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൽ ഞാൻ പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് സ്വയം മനസ്സിലായി തുടങ്ങും. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ആ ഒരു പാത്തിലേക്ക് പോവാതിരിക്കുകയോ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ ആ വലിയ ഡിസിഷനെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുമ്പോൾ അത് ചെറിയ ഡിസിഷനുകളുടെ ഒരു കൂട്ടമായിട്ട് തോന്നും, ഒരു വലിയ ഡിസിഷനായിട്ട് തോന്നി നിങ്ങളെ അത് ഭയപ്പെടുത്തില്ല. പിന്നെ ആളുകളോട് ചോദിക്കുന്നത്, 1-2 ആൾക്കാരോട് വലിയ ഡിസിഷൻ ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അവസാനത്തെ ഡിസിഷൻ അത് നിങ്ങളുടെ ആയിരിക്കണം. കാരണം നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറിയാണ്. അതൊരു യുണീക്ക് സ്റ്റോറി ആയിരിക്കണം. അതൊന്നിൻ്റെ റെപ്ലിക്കയോ കോപ്പി പേസ്റ്റോ ആവണ്ട അല്ലേ. ഞാൻ എവിടെയോ വായിച്ചു കേട്ടൊരു തോട്ടാണ്, ഗുഡ് ഡിസിഷൻസ് ഇൻ ലൈഫ് കം ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് കംസ് ഫ്രം ബാഡ് ഡിസിഷൻസ്. അപ്പോൾ ബാഡ് ഡിസിഷൻസിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, അതിനെ നമ്മൾ ലേണിങ്സ് ആയിട്ട് എടുക്കുകയാണ് വേണ്ടത്. വലിയ ഡിസിഷനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് വരുത്തുന്ന 1-2 തെറ്റുകളൊക്കെ നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് തിരുത്താൻ കഴിയും. നമ്മൾ ബാഡ് ഡിസിഷൻസിനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിലെ 99% ഓഫ് ഡിസിഷൻസും ലൈഫ് ത്രെറ്റനിങ് ഡിസിഷൻസ് ഒന്നും ആവില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മുടെ ലൈഫിലെ മേജർ ഡിസിഷൻസ് എടുക്കാൻ ടൈമും എനർജിയും കിട്ടാൻ വേണ്ടി ചെറിയ ഡിസിഷൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് ടൈം ബൗണ്ട് ആയിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ വലിയ ഡിസിഷൻസിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ ചേഞ്ച് ആണല്ലേ. ആ ചേഞ്ചിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ ലൈഫിലെ വലിയ ഡിസിഷൻസും ചെറിയ ഡിസിഷൻസും ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.